കോഴിക്കോട് വിലങ്ങാട് വനഭൂമിയിലെ തീപിടുത്തം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് തീ പടർന്നു. തെക്കേ വായാട് റവന്യൂ ഫോറസ്റ്റിൽ ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. രാഹുൽ സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ രാഹുൽ സുരേഷ്? റീജിത്ത്, വിലങ്ങാട് തെക്കേവായാട് റവന്യൂ വനഭൂമിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരുടെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആദ്യം കരികലുകൾക്കാണ് തീ പിടിച്ചത്. തുടർന്ന് അത് വലിയ രീതിയിൽ ആളി പടരുകയായിരുന്നു. വലിയ രീതിയിലുള്ള കാറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വനഭൂമിയിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് തീ വ്യാപിക്കുകയാണ്. ഈ മലയുടെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമാണ് ആൾതാമസമുള്ളത്. ഇതിൽ ഇപ്പോൾ താഴ്ഭാഗത്തേക്ക് തീ പടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. റബ്ബർ മരങ്ങളിലേക്ക് ഉൾപ്പെടെ തീ വ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഭാഗത്തേക്ക് ഫയർഫോഴ്സിന് ഉൾപ്പെടെ എത്താൻ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ മറ്റ് പച്ചിലകൾ ഉപയോഗിച്ചുകൊണ്ട് തീ തല്ലിക്കെടുത്തുന്ന ഒരു പ്രക്രിയയിലേക്കാണ് കടന്നിരിക്കുന്നത്. 4 ഏക്കറോളം ഭൂമിയിലേക്ക് ഇപ്പോൾ തീ വ്യാപിച്ചിട്ടുണ്ട്. അത് രാത്രിയാവുമ്പോൾ കാറ്റ് ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ വ്യാപിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും നാട്ടുകാരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. ശ്രീജിത്ത്, ശരി. രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോഴിക്കോട്ട്.